മനുഷ്യ മസ്തിഷ്കത്തെ എന്നും അതിശയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയം ആ മസ്തിഷ്കത്തിൻ്റെ രൂപകൽപ്പന തന്നെയാണ്. പരമാവധി 1400 ഗ്രാം മാത്രം ഭാരം വരുന്ന മനുഷ്യ മസ്തിഷ്കം ഉൾക്കൊള്ളുന്ന സവിശേഷതകളും ഇനിയും പഠിച്ചവസാനിപ്പിക്കാൻ കഴിയാത്ത അതിൻ്റെ രഹസ്യങ്ങളും എന്നും ശാസ്ത്രത്തിനും ശാസ്ത്രചിന്തകർക്കും മുന്നിൽ ഒരു മഹാസമസ്യയാണ്. മനുഷ്യനെന്നാൽ മസ്തിഷ്കമാണ്. അവൻ്റെ വ്യക്തിത്വവും കഴിവുകളും സാധ്യതകളുമെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാധ്യതകളെ അളന്നു തിട്ടപ്പെടുത്തുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ശാസ്ത്രം വികസിച്ചു തുടങ്ങിയ കാലം മുതൽ ഇന്നോളവും മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യന് ഏറെ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകളും അളക്കാനാകാത്ത കഴിവുകളും സമാനതകളില്ലാത്ത പ്രവർത്തന മികവുമാണ് എന്നും ശാസ്ത്രജ്ഞരിൽ കൗതുകമുണർത്തിയിട്ടുള്ളത്. ആ ബുദ്ധിവൈഭവത്തെ കൃത്രിമമായി സൃഷ്ടിക്കുവാൻ ചിലർ പരിശ്രമിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന പദം ഇന്ന് സാധാരണക്കാർക്ക് പോലും പരിചിതമാണ്. പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഉപയോഗശേഷി വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, റോബോട്ട് പോലുള്ള യന്ത്ര സംവിധാനങ്ങൾക്ക് കൃത്രിമമായി ബുദ്ധിശക്തി നൽകുക. ഒരുപക്ഷേ ശാസ്ത്രചരിത്രത്തിൽ ഏറ്റവുമധികം മുതൽ മുടക്കുള്ള ഗവേഷണ മേഖലകളിലൊന്നാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേത്. ട്രാൻസെൻഡൻസ് എന്ന പേരിലുള്ള പ്രശസ്തമായ സയൻസ് ഫിക്ഷൻ ഇംഗ്ലീഷ് ഫിലിം നമുക്ക് പരിചയമുള്ളതാണല്ലോ. പ്രഗത്ഭനായ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ഡൗൺ ചെയ്യുകയും അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആകുക വഴിയായിട്ട് അദ്ദേഹം ഏതാണ്ട് സർവജ്ഞാനിയായി തീരുകയും ഏകാധിപതിയായി മാറി ലോകം തന്നെ നശിപ്പിക്കുന്ന സാഹചര്യവുമൊക്കെയാണ് ഈ സയൻസ് ഫിക്ഷൻ ഫിലിം വളരെ ആകർഷകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഫിക്ഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണെങ്കിലും ഭാവിയിൽ മാനവരാശിയുടെ ഭാഗധേയത്തിൻ്റെ ഭാഗമാകുവാനുള്ള വലിയൊരു സാധ്യത കൂടി ഈ സിനിമ ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാനാവുകയില്ല. മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതികളെയൊക്കെ വലിയൊരളവ് വരെ തരണം ചെയ്തുകൊണ്ട് മനുഷ്യരെ അതിബുദ്ധിമാന്മാരാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ വലിയൊരു പര്യവേഷണം എന്ന് പറയുന്നത് തന്നെ. ഈ മേഖലയിലൊക്കെ നടക്കുന്ന ഗവേഷണങ്ങളെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. റോബോട്ടിക്സ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് നിർമ്മിത ബുദ്ധിയുടെ. ഇന്ന് ന്യൂറോ സയൻസിലെ ഏറ്റവും വിപ്ലവാത്മകമായ ചില ചുവടുവയ്പ്പുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളത്തെ മനുഷ്യാവസ്ഥയുടെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുവാൻ പോകുന്ന ശക്തിവിശേഷങ്ങൾ നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നിഷേധിക്കാൻ ആവുകയില്ല. നിർമ്മിത ബുദ്ധി ഇന്ന് വിഭാവനം ചെയ്യുന്നത് പോലെയൊക്കെ വികസിപ്പിച്ചെടുക്കുകയാണ് എങ്കിൽ അതിൽ ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങൾ അന്തർലീനമാണ് എന്നുള്ളത് വളരെ പ്രസ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യരെയും അത് സ്വാധീനിക്കും, ഒത്തിരി തൊഴിലാളികളെ അത് സ്വാധീനിക്കും. അതിലെല്ലാം ഉപരിയായിട്ട് ധാർമ്മികതയോടൊപ്പം തന്നെ ദാർശനികവും ദൈവശാസ്ത്രപരമായ ഒത്തിരി പ്രശ്നങ്ങൾ ഇത് ഉന്നയിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിക്കുന്ന ചോദ്യം, അവൻ്റെ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ചോദ്യം, അവൻ്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള ചോദ്യം, അറിവിനെയും ജ്ഞാനത്തെയും പറ്റിയുള്ള ചോദ്യം, പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കൊക്കെ മുന്നിൽ ഒത്തിരി പ്രസക്തമായ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതാണ്
നിർമ്മിത ബുദ്ധിയുടെ ദാർശനിക മാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രമത സംവാദ പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിർമ്മിത ബുദ്ധിയുടെ നൈതികവും ദാർശനികവും വിശ്വാസപരവുമായ അന്തർധാരകൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ എണ്ണമറ്റ സവിശേഷതകളാണ്. മറ്റൊരു ജീവിയുടെ മസ്തിഷ്കവുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സവിശേഷതകളിൽ ചിന്താശേഷി, വിവേചനാശക്തി, കാര്യാവബോധം, വിവേകം എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ള ശേഷികൾ അടങ്ങിയിരിക്കുന്നു. ഉചിതമായ ഒരു തീരുമാനം സ്വീകരിച്ചുകൊണ്ടും ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടും മുന്നേറുവാൻ മാനവകുലത്തെ സഹായിക്കുന്നത് മസ്തിഷ്കം തന്നെയാണ്. അത്തരത്തിൽ പൂർണ്ണതയുള്ള സമാന്തരമായ ഒരു ബുദ്ധികേന്ദ്രത്തെ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ താരതമ്യേന സങ്കീർണതകൾ കുറഞ്ഞ മറ്റ് ജീവവർഗങ്ങളിൽ കാണപ്പെടുന്ന മസ്തിഷ്കങ്ങളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന നിർമ്മിത ബുദ്ധി വികസിപ്പിച്ചെടുക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞേക്കും. കൃത്രിമ ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധി എന്ന ശാസ്ത്രത്തിൻ്റെ ഗവേഷണ മേഖലയുടെ സാധ്യതകൾ അനന്തമാണ്. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനെക്കുറിച്ച് കഴിഞ്ഞ 20-25 വർഷമായിട്ട് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ശാസ്ത്രീയ തലത്തിൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിപ്ലവം വരുത്തുന്ന ഒരു മുന്നേറ്റമാണ് കൃത്രിമ ഇൻ്റലിജൻസോ അതല്ലെങ്കിൽ നിർമ്മിത ഇൻ്റലിജൻസോ എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഇതാണ്, മനുഷ്യനും മറ്റ് ജീവജാതികളും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും ഇൻ്റലിജൻസിലാണ്. അതായത് ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അത് അത്ര കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, ബുദ്ധിബോധവും ചിന്താ ഓർമ്മശക്തി, ഈ നാലും കൂടെ കൂട്ടിയേ ഞാൻ പറയത്തുള്ളൂ. എന്നാലോ അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ നാല് സംഗതികളാണ് ഒരു മനുഷ്യനെയും മറ്റ് ജീവജാതികളെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഉദാഹരണത്തിന് ചിമ്പാൻസി ജനറ്റിക്കലി 99 കൂടുതൽ ശതമാനം മനുഷ്യനെ പോലെയാണ്. പക്ഷേ ഈ ബുദ്ധികാര്യത്തെപ്പറ്റി വരുമ്പോൾ അവർ തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. 90% കൂടുതൽ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിമ്പാൻസി ഇവിടെ അപ്പിയർ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. അന്നത്തെ ചിമ്പാൻസിയും ഇന്നത്തെ ചിമ്പാൻസിയും ഏകദേശം ഒന്നുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഹ്യൂമൻ ബീയിങ് അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, ഒരു ചിമ്പാൻസി ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ചാടും അല്ലെങ്കിൽ ഊഞ്ഞാടിയോ അങ്ങനെ പോകും. ഇപ്പോഴും പോവും, അന്നും പോകുമായിരുന്നു. അതേസമയം മനുഷ്യരാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ നമ്മളുടെ എസാറ്റിനെ പറ്റി. എസാറ്റ് ചെയ്യുന്ന എന്താണ്? 2070 കിലോമീറ്ററിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സാറ്റലൈറ്റിനെ നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് വിട്ടിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. മനുഷ്യൻ താഴെ തന്നെ നിൽക്കുന്നു. അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ്. അതെങ്ങനെ മനുഷ്യന് ചെയ്യാൻ സാധിച്ചു എന്നുകൊണ്ടാൽ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിബോധവും ചിന്താ സ്മരണശക്തിയും ഉപയോഗിച്ച്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ മേഖല വരുമ്പോൾ മനുഷ്യനും മറ്റുള്ളവരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ഫാദർ അഗസ്റ്റിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. വളരെ വളരെ കാര്യമായ ചേഞ്ചുകൾ വരാൻ പോവുകയാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർ മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ പലതാണ്. അടിസ്ഥാനപരമായി ആധുനിക സംവിധാനങ്ങളുടെ കൂടുതൽ ഫലപ്രദമായ നവീകരണമാണ് കമ്പ്യൂട്ടറുകൾ വഴിയായുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാന പ്രായോഗിക ലക്ഷ്യം. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രയോഗങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യന് സ്വന്തമായുള്ള ബുദ്ധിശക്തിയുമായി അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ വളരെ വിശാലമായ ഗവേഷണ സാധ്യതകളാണ് ഈ മേഖല ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ തുറന്നു നൽകിയിരിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ, നിർവചനം പറയുക എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രയാസം നിറഞ്ഞൊരു സംഗതിയാണ്. കാരണം ഇതൊരു വളരെ അഗാധമായ ഒരു വിഷയമാണ്, വളരെ വളരെ റിച്ചായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ നിർവചനം ഒരു ഫോർമലായിട്ട് പറയാനായിട്ട് പ്രയാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കുറേ ലക്ഷണങ്ങൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു കാര്യം കണ്ടാൽ അതിനെപ്പറ്റി ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള കഴിവ്, അത് നമ്മൾ സാധാരണ ബുദ്ധിയുടെ ഒരു ഭാഗമായിട്ട്, ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമായിട്ട് പറയും. അതുപോലെ തന്നെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മളുടെ ഉപകരണങ്ങളും മറ്റും അറേഞ്ച് ചെയ്യുക, സംഘടിപ്പിക്കുക, അങ്ങനെ സംഘടിപ്പിച്ച് ലക്ഷ്യം നേടുക, അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരുടെ ഒരു ലക്ഷണമാണ്. വേറൊരു കാര്യം പറഞ്ഞാൽ ആകസ്മികമായിട്ട് എന്തോ ഒരു സംഗതി വന്നു, അപ്പോൾ അതിന് തക്കതായ മാർഗങ്ങൾ കണ്ടുപിടിച്ച് ഉടനടി അതിന് മറുപടി കൊടുക്കുക, അതും ഇൻ്റലിജൻസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ മനുഷ്യന് സഹജമായിട്ട് വരുന്നതാണ്. അതേസമയം ഇപ്പോൾ സയൻസ് ഡെവലപ്പ് ചെയ്തിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലബോറട്ടറിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, നിർമ്മിക്കാൻ സാധിക്കും. നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് നമുക്ക് വേണ്ടതുപോലെ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച്, നമ്മളുടെ ആവശ്യമനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുക മാത്രമല്ല, അത് ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മനുഷ്യ മസ്തിഷ്കവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതല്ല ഇക്കാലഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധമായ നേട്ടങ്ങൾ. എന്നാൽ ആധുനിക ശാസ്ത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന മികവ് ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യന് സാധിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിലും സൂക്ഷ്മതയിലും ഏൽപ്പിക്കപ്പെടുന്ന ചില ജോലികൾ ചെയ്യുവാൻ അവയ്ക്ക് കഴിയും. എന്നാൽ വേഗത മാത്രമല്ല മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സവിശേഷത. മനുഷ്യൻ്റെ അളക്കാൻ കഴിയാത്ത സാധ്യതകൾക്ക് മുന്നിൽ കമ്പ്യൂട്ടറുകളുടെ കഴിവുകൾ പരിമിതങ്ങളാണ് എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ സൂപ്പർ കമ്പ്യൂട്ടർ സുപ്പീരിയറാണ്. സ്പീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ സ്റ്റോറേജ് കപ്പാസിറ്റി. പക്ഷേ കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഒരു ആശയ നിർമ്മാണം, അത് വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ വളരെ പിന്നോക്കമായി. അതുപോലെ തന്നെ ജനറലൈസ് ചെയ്യേണ്ട കാര്യത്തിൽ വരുമ്പോഴത്തേക്കും, പിന്നെ ഉൾക്കാഴ്ച കാണുന്ന സമയം വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൻ്റെ വീക്ക്നെസ് പുറത്തു വരാൻ തുടങ്ങുന്നു. അങ്ങനെ ചില കാര്യങ്ങളിൽ കമ്പ്യൂട്ടർ ബെറ്ററാണ്. അതായത് ആവർത്തിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ ബെറ്ററാണ്. അതേസമയം ഉൾക്കാഴ്ച കൊണ്ടുള്ളതും ഇൻസൈറ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും, അതുപോലെ തന്നെ നവീനമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സംഗതികൾ വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ പുറകോട്ട് പോകുന്നു. മനുഷ്യൻ്റെ ക്രിയാത്മകതയെയും മനുഷ്യബുദ്ധിയുടെ സാധ്യതകളെയും പല മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സാധിക്കും എന്നുള്ളത് ഈ മേഖലയിലെ ഒരു സുപ്രധാന നേട്ടമാണ്. സൈബോർഗുകൾ എന്നറിയപ്പെടുന്ന മനുഷ്യനും യന്ത്രമനുഷ്യനും ചേർന്ന സംവിധാനം ഹോളിവുഡ് സിനിമകൾ വഴി നമുക്ക് പരിചിതമാണ്. മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൃത്യതയും പ്രവർത്തനശേഷിയും യന്ത്രത്തിൻ്റെ ശക്തിയും ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന പ്രവർത്തന മികവ് ഇന്ന് സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥത്തിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഈ മേഖലയിലും ശാസ്ത്രത്തെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ അനന്തമാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ഈ രംഗത്തെ വളർച്ചയ്ക്ക് ആനുപാതികമായി അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും
ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചിലരെല്ലാം ഭയപ്പെടുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടെ സോഷ്യലി വളരെ ഇഫക്റ്റ് വരുന്നുണ്ട്. അതായത് ജോലികൾ പോകുന്നു, പാവങ്ങൾക്കുള്ള സ്ഥലം മാറിപ്പോകുന്നു. വിൽ ദിസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി എ ത്രെറ്റ് ടു ജോബ്, ത്രെറ്റ് ടു നോർമൽ പീപ്പിൾ? ത്രെറ്റ് തീർച്ചയായിട്ടും അതുണ്ടാവും. അത് കോഴ്സ് അത് സംഭവിക്കുന്നത് അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് ഇറ്റ് ഈസ് ഒരു ന്യൂട്രലാണ്. പക്ഷേ അത് നമ്മൾ ഏത് തരത്തിൽ വിനിയോഗിക്കും, ഏത് തരത്തിൽ അതിനെ അപ്ലൈ ചെയ്യും, അതനുസരിച്ചായിരിക്കും ഗുണമോ ദൂഷ്യമോ വരിക. തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കും. കാരണം മനുഷ്യർക്ക് ചെയ്യാവുന്നത് അതിനേക്കാളൊക്കെ വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യും, ഇനെക്സ്പെൻസീവായിട്ട് ചെയ്യും. അങ്ങനെ പല ഗുണങ്ങളുണ്ടാവും. രണ്ടാമതായിട്ട് പിന്നെ ഇത് മനുഷ്യൻ്റെ മനുഷ്യത്വം എന്താണ്, മനുഷ്യൻ്റെ വ്യക്തിത്വം എന്താണ്, ഈ കാര്യങ്ങളിൽ അതിന് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അത് അതിൻ്റെ മോശമായ വശം. പക്ഷേ അതിന് ഗുണപരമായ വശങ്ങളും ഉണ്ട്. ഇപ്പോഴുണ്ടല്ലോ ചിലർക്ക്, ഇപ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മളുടെ ബുദ്ധിയെ, മനുഷ്യൻ്റെ ബുദ്ധിയെ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സൈബോർഗ് എന്ന് പറയുന്നുണ്ടല്ലോ, പകുതി മനുഷ്യനും പകുതി മെഷീനുമായിട്ടുള്ളത്. അവിടെ ഇതുകൂടെ കൂട്ടുവാണെങ്കിൽ വളരെ ബെറ്ററായിട്ടുള്ള മനുഷ്യനെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കൃത്രിമ ബുദ്ധി സംബന്ധിച്ച ഗവേഷണങ്ങളിൽ മുന്നേറുന്ന ശാസ്ത്രത്തിൻ്റെ ഭാവി നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ്റെ കഴിവുകളും സാധ്യതകളും അവൻ്റെ സൃഷ്ടാവിനേക്കാൾ അധികമാണെന്നോ അത്തരമൊരു സൃഷ്ടാവ് തന്നെ അപ്രസക്തമാണ് എന്നോ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട്. ശാസ്ത്രത്തിന് എന്തും സാധ്യമാണെന്ന് അവർ കരുതുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന നേട്ടങ്ങളല്ല ഇവയൊന്നും എന്ന് ദൈവശാസ്ത്രജ്ഞർ അടിവരയിട്ട് പറയുന്നു. ദൈവത്തോട് മത്സരിക്കുകയോ ദൈവത്തേക്കാൾ അധികമായ കഴിവുകൾ നേടുകയോ അല്ല അവനെ സഹസൃഷ്ടാവ് എന്ന പദവിക്ക് അർഹനാക്കുന്നവയാണ് അവന് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ എന്നതാണ് വാസ്തവം. ആധുനിക ലോകത്തിലെ സൃഷ്ടികർമ്മത്തിൽ സജീവമായ പങ്കാളിത്തം കരസ്ഥമാക്കുവാൻ തക്ക വിധത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനും ദൈവവും സഹപ്രവർത്തകരാണ്, അല്ലാതെ അവർ തമ്മിൽ റൈവൽസ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളോട് പറയുന്നു, ഫ്രം നത്തിങ് ക്യാൻ കം. മനുഷ്യൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെന്നാലും മനുഷ്യൻ മാറ്റർ എടുത്തിട്ട് ആ മാറ്ററിലുള്ള ശക്തിയും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയിട്ട് ആ ശക്തിയും പ്രത്യേകതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നത്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ കഴിവ് എവിടുന്ന വരുന്നത്? ആ മാറ്ററിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നതും ദൈവം വെച്ചിരിക്കുന്ന ആ കഴിവുകൾ പുറത്തിറക്കിയിട്ട് അതിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കോ ക്രിയേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കോ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിയായിരിക്കത്തില്ല. ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ് സംതിങ് ഈസ് കമ്മിങ് എന്നാണ് അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പം അതുകൊണ്ട് കോ നിർമ്മാതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, കോ കൊളാബറേറ്റേഴ്സ്. അപ്പം അങ്ങനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു തരത്തിലും മാൻ ഈസ് നോട്ട് പ്ലേയിങ് ഗാഡ്, മാൻ ഈസ് ആക്ച്വലി കോഓപ്പറേറ്റിംഗ് വിത്ത് ഗാഡ്, കൊളാബറേറ്റിംഗ് വിത്ത് ഗാഡ്, സഹപ്രവർത്തനാകുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ മനുഷ്യരാശിക്ക് ഒരു ത്രെട്ട് അല്ല, ഒരു എൻകറേജ്മെൻറ്റ് ആണെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദഗ്ധമായി ഉപയോഗിക്കുന്ന ചില മേഖലകൾ ഇന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധ പരിശീലനം നൽകുന്നതിനായും ചികിത്സാ മേഖലകളിലും പ്രത്യേകിച്ച് റോബോട്ടിക്സ് രംഗത്ത് കൃത്രിമ ബുദ്ധി അതിൻ്റെ വലിയ സാധ്യതകൾ കണ്ടെത്തുന്നു. പ്രോഗ്രാം ചെയ്തു വയ്ക്കുന്നതിനനുസരിച്ച് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരം സംവിധാനങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുക. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിരവധിയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളിലൂടെയും മറ്റും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ആശയങ്ങൾ ഈ രംഗത്തെ സാധ്യതകളെ അമിതാവേശത്തോടെ സമീപിക്കുവാൻ കാരണമാകുന്നുണ്ട്. സൊഫിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹ്യൂമനോയിഡ്, ഒരു റോബോട്ട്, ആ റോബോട്ട്
2016 അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതാണ്. 2017 അതിന് സൗദി അറേബ്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടി. അതിപ്പോൾ അതുകൊണ്ടല്ലോ 50 ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത് കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഒരു കോൺവെർസേഷൻ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അതിന് നമ്മൾ ശരിയായ രീതിയിൽ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റും. ഞാനത് പല പ്രാവശ്യമായി അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചിരിക്കുന്നൊക്കെ ആണെങ്കിൽ കൃത്യസമയത്താണ് ചിരിക്കുന്നത്, വേണ്ട സമയത്തൊക്കെ ചിരിക്കുന്നത്. പക്ഷേ ആ കോൺവെർസേഷനുള്ളിലേ ചിരിക്കുന്നുള്ളൂ. അതേസമയം ഈ കോൺവെർസേഷൻ എല്ലാം പ്രീ പ്രോഗ്രാംഡാണ്. ഇതെല്ലാം പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പുറമേ അതിൻ്റെ എല്ലാം ഉള്ളിക്കൂടെ വരുന്നയാൾ ആ പ്രോഗ്രാം ചെയ്തയാളാണ്. അതല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ വേറെ രീതി പ്രോഗ്രാം ചെയ്യണം, വേറെ രീതി കൗൺസിലിംഗ് വരും. അപ്പോൾ അതിൽ ഇവരിങ്ങനെ പറയുന്നതിൽ ഇതല്ല, താൽക്കാലികമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്തവർക്ക് പ്രശ്നമായിട്ട് വരും. ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമല്ല. കൃത്രിമ ബുദ്ധിയുടെ കടന്നുവരവും ആ മേഖലയിലെ ഗവേഷണങ്ങളും മാനവരാശിക്ക് ഒരു ഭീഷണിയായി കാണേണ്ടതില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആത്മീയതയും ദൈവവിശ്വാസവും ദൈവത്തിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടും ഇത് ആശങ്കകൾ ഉയർത്തുന്നില്ല. ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ സാധ്യതയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അടിസ്ഥാനപരമായി ദൈവം മനുഷ്യ മസ്തിഷ്കത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അനന്ത സാധ്യതകളെ ഇത് വെളിപ്പെടുത്തുന്നു. As Father Job said, artificial intelligence is a game changer. It is not necessarily a threat. It's a challenge. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഒരു ത്രെറ്റായിട്ട് മാത്രമല്ല കാണുന്നത്, അതൊരു പോസിബിലിറ്റി ആയിട്ട് കാണണം. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പോസിബിലിറ്റീസിനെ ഈ സയൻറ്റിസ്റ്റ് പുറത്തു കൊണ്ടുവരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ദാറ്റ് സെൻസ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇതൊരു നല്ല കാര്യമാണ്. ചില ഡേഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ചലഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിൽ നിന്ന് കൂടുതൽ മുതലെടുക്കുവാൻ ശ്രമിക്കണം. ഇനിയും സാധിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിയിൽ മനുഷ്യനെ കിടപിടിക്കുന്ന, കഴിവുകളിൽ മനുഷ്യനെ അതിലംഘിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും പുഞ്ചിരിക്കുവാനും കഴിയുന്ന യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാൻ അനേകർ പരിശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ ബുദ്ധിയെയും മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ മാഹാത്മ്യത്തെയും താരതമ്യപ്പെടുത്താവുന്നതല്ല. മനുഷ്യൻ്റെ എല്ലാ ഗുണഗണങ്ങളും ആവിഷ്കരിക്കുവാൻ വേണ്ടിയ, നിർമ്മിത ബുദ്ധിയിൽ ആവിഷ്കരിക്കുവാൻ വേണ്ടിയ ഇന്ന് ന്യൂറോ സയൻസിലെയൊക്കെ ബെസ്റ്റ് സയൻറ്റിസ്റ്റുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. MITയിലെയൊക്കെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിക്കുന്നത് സ്നേഹമുള്ള കമ്പ്യൂട്ടറുകളെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന, ചിരിക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറുകളെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന, കവിതയും സാഹിത്യവും ജനിപ്പിക്കുവാൻ പോകുന്ന കമ്പ്യൂട്ടറുകൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതൊക്കെ മാനുഷിക ഭാവങ്ങളോട് അടുത്ത് വരുന്ന ഒരു പരിണാമത്തിൻ്റെ ഉൽപ്പന്നത്തെ ജനിപ്പിക്കുവാനുള്ള പരിശ്രമമാണ്. തയ്യാർദ് ഷർദാൻ തന്നെ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് പരിണാമം ആത്മബോധം കൈവരിച്ചതാണ് എന്നുള്ളതാണ്. ഇവല്യൂഷൻ, ഹ്യൂമൻ ഈസ് ഇവല്യൂഷൻ ബിക്കമിങ് കോൺഷ്യസ് ഓഫ് ഇറ്റ് സെൽഫ്. അപ്പം നിർമ്മിത ബുദ്ധി നമ്മൾ വിഭാവനം ചെയ്ത രീതിയിൽ ആവിർഭവിക്കുകയാണ് എങ്കിൽ അത് മനുഷ്യാവസ്ഥയുടെ ഒരു ആഘോഷമായിട്ടും ദൈവികതയുടെ ആവിഷ്കാരമായിട്ടും നമുക്ക് വിഭാവനം ചെയ്യുകയാണ്. ഇപ്പോഴും ദൈവശാസ്ത്രജ്ഞന്മാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സൈബോർഗുകൾക്ക് നമുക്ക് മാമോദിസ നൽകുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. ഇത് വളരെ സന്ദേഹങ്ങൾ ജനിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഭാവാത്മകമായിട്ട് ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അതിമാനുഷിക മനുഷ്യൻ, ഉത്തരമാനുഷിക മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മനുഷ്യാവസ്ഥയുടെ സമസ്ത ഗുണങ്ങളെയും ആവിഷ്കരിക്കുകയും അത് മെച്ചപ്പെട്ട രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഒന്നാണ് എങ്കിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്നുള്ള എല്ലാ നിർവചനങ്ങളെയും മീറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് എങ്കിൽ അത്തരമൊരു ഉദാത്ത മനുഷ്യനെ അവൻ കൃത്രിമ നിർമ്മിത ബുദ്ധിയുടെ ഉൽപ്പന്നമാണെങ്കിൽ പോലും തീർത്തും ജൈവികമായ ഒരു പ്രതിഭാസമായിട്ട് മനസ്സിലാക്കുവാനും അതിനെ മാമോദിസയ്ക്കോ
അഭിഷേകത്തിനുള്ള പരിഗണന നൽകുന്നതിന് നമുക്ക് തെറ്റില്ല എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കാവുന്ന ദൈവശാസ്ത്ര വിഷയമാണ്. ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും ധാർമ്മികവും ദൈവശാസ്ത്രപരമായ ആഖ്യാനങ്ങൾ ഇതിന് അനിവാര്യമാണ്. ഭാവാത്മകമായിട്ട് നമ്മളിതിനെയൊക്കെ നോക്കിക്കാണുവാൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഈ നിർമ്മിത ബുദ്ധിയിലൂടെയും എപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ കരവിരുതുകൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മകതയുടെ ആവിഷ്കാരങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു പരിശ്രമമാണ് ഈ ദൈവശാസ്ത്ര വിചിന്തനങ്ങളിലൂടെ ഇവിടെ നടത്തുവാനായിട്ട് ശ്രമിച്ചത്. സകലരിലും കൗതുകമുണർത്തുന്ന മഹത്തായൊരു ഗവേഷണ മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ രംഗത്ത് ഇന്നോളം ശാസ്ത്രം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ മഹത്തരമാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ബുദ്ധിയും അതിൻ്റെ അനന്ത സാധ്യതകളും ഉപയോഗിച്ച് മനുഷ്യൻ നടത്തുന്ന അന്വേഷണങ്ങൾ തുടരുകയാണ്. ആ യാത്രയിൽ അവൻ തിരിച്ചറിയുന്നത് തനിക്ക് മുന്നിൽ ദൈവം നൽകിയിരിക്കുന്ന മഹത്തായ സാധ്യതകളെയുമാണ്. ശാസ്ത്രത്തിൻ്റെ സങ്കീർണ വഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. ജപ്പാനിൽ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരീക്ഷണം ലോക ശ്രദ്ധയെ ആകർഷിക്കുകയുണ്ടായി. ശാസ്ത്ര പ്രാധാന്യത്തെക്കാൾ ഉപരി അതിൽ അന്തർലീനമായിരിക്കുന്ന രസികത്വം കൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് തോന്നുന്നു. അതായത് മനുഷ്യരായിട്ടുള്ള ബുദ്ധ പുരോഹിതരുടെ സ്ഥാനത്ത് റോബോട്ടുകളെ വെച്ചുകൊണ്ട് ബുദ്ധ മത ചടങ്ങുകളൊക്കെ ക്രമീകരിക്കുകയായിരുന്നു അത്രേ. Man and machines merging together, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ ഭാവിയെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ജീവിതശൈലി മാറുന്നു, നമ്മളുടെ സംസാരം, നമ്മളുടെ ചിന്താഗതി അതെല്ലാം മാറുന്നു. ഈ 4ാം വ്യവസായ വിപ്ലവത്തിലൂടെയുള്ള വലിയ മുന്നേറ്റങ്ങളിലൂടെ സംഭവിക്കുവാൻ പോകുന്ന ധാർമ്മിക വിപ്ലവം, അത് ഭാവാത്മകമായിട്ടായിരിക്കാം, നിഷേധാത്മകമായിട്ടായിരിക്കാം. ശാസ്ത്രം ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു മേഖലയല്ലേ? ഈ ശാസ്ത്രീയ വിപ്ലവങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മിക ചിന്തയും ഒരുപോലെ വികാസം പ്രാപിക്കേണ്ടതല്ലേ?